ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്നേഹം എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ഇപ്പൊ ഒരു മാധവിക്കുട്ടി ലാംഗ്വേജിൽ സംസാരിക്കൊന്നുമല്ല. സ്നേഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു സംഭവമാണ്. ഞാൻ ഭയങ്കര അലമുറയിട്ട് കരയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ അമ്മയോ ഒക്കെ ഞാൻ കരയണ കണ്ട അവർക്ക് വിഷമാവരുതല്ലോ. അപ്പൊ ഞാൻ ബാത്റൂമിന്റെ ഉള്ളിൽ പോയി പൈപ്പൊക്കെ ഫുള്ള് തുറന്നിട്ട് അല്ലെങ്കിൽ ഷവറൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ അങ്ങനെ നെഞ്ചു തല്ലി അങ്ങോട്ട് കരയും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേ അടിപൊളി നീ ഷാടി നീ സെറ്റാടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും. എല്ലാവരും എപ്പോഴും ആരെയോ കാത്തിരിക്കുകയാണ് അല്ലെ. എപ്പോഴും പിന്നെയും പിന്നെയും പടി കടന്നൊരാൾ എത്തും. എക്സാക്ട് ഡിപ്രഷൻ. ഇത്ര അധികം വർത്താനം പറഞ്ഞാൽ ഞാൻ സൈലന്റ് ആയപ്പോ വീട്ടുകാർക്കൊക്കെ പകപ്പായി. ഇനിയിപ്പോ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഒന്നും മിണ്ടില്ല. റൂമിന്റെ ഉള്ളിൽ എനിക്ക് വെളിച്ചം കാണാൻ പറ്റണില്ല. സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ് എന്നെ ഒന്നൊരു മിനിറ്റ് കേൾക്കും. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും, മക്കളെ ഞാൻ ഇതൊന്നും കേട്ടിട്ട് ഇതൊന്നും പറഞ്ഞുതരാം, ഞാൻ ഒരു എക്സ്പേർട്ട് ഒന്നല്ല, എനിക്ക് ഒരു അറിവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അറിവ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം കഴിഞ്ഞു സജഷൻ. അങ്ങനെ എനിക്കൊരു പേടില്ല, ടെൻഷനാണ്. അവര് ഭർത്താവും 3 ആൺമക്കളെ ഏറ്റുന്നിട്ട് ഇങ്ങനെ തൊഴുതിട്ട് പറയണേ, എന്റെ ടീച്ചർ എന്റെ വിനി സന്തോഷമായിട്ടാണ് പോയത്. അവള് ഇന്നലെ വരെയും ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോവാത്ത എന്റെ വിനീനെ ടീച്ചർ ലുലു മാളിയെ കൊണ്ടുപോയി നമ്മളുടെ ഇടത്തിന്റെ ഭാഗമായിട്ട്. ഞാൻ ഉണ്ടല്ലോ അത് എനിക്ക് ഹലോ സ്പീക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം നിഷ ടീച്ചറാണ്. ഒരുപാട് പേരെ ടീച്ചർ മോട്ടിവേറ്റ് ചെയ്യുന്നു. അത് ഒരുപാട് പേര് അല്ലേ, ലക്ഷക്കണക്കിന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ചെറിയ രീതിയിൽ ആളുകൾ നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴേ, ഇപ്പൊ തൃശ്ശൂര് ഞാൻ ടൗണിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടി വന്ന ആൾക്കാർ ടീച്ചറായെന്ന് പറഞ്ഞ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു നിപ്പുണ്ട്. അത് പ്രായഭേദമന്യേ പല ആളുകളും, അത് ജെൻഡർ വ്യത്യാസമില്ല, പ്രായം വ്യത്യാസമില്ല, പല ഏജിലുള്ള ആളുകളും അവരുടെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു സന്തോഷം. ഇത്രയും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ടീച്ചർ ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ എന്റെ ഉള്ളില് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടൊന്നുമല്ല. ചെറുപ്പം മുതലേ ഞാനൊരു ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അതായത് പപ്പയ്ക്കും അമ്മയ്ക്കും, ഞാൻ മൂത്ത മകളാണ്, ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളാണ്. അപ്പൊ എന്റെ അനുജനും അനുജത്തിയും തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ല. അപ്പോ എല്ലാ കുട്ടികളും കൂടി ഒന്നിച്ചു നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ വീട്ടിലാക്കി. അമ്മാമ്മയായിരുന്നു എന്റെ കട്ട ഫ്രണ്ട്, അമ്മയുടെ അമ്മ. അമ്മാമ്മ ഇപ്പൊ ഇല്ല, 2010 ആള് മരിച്ചു. അപ്പൊ ആളാണ് നമ്മുടെ ഒരു സോൾഗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭയങ്കര ഫ്രണ്ടാ. നിഷമോളേന്ന് അങ്ങോട്ട് ഒരു വിളിയാണ് ആൾക്ക്. കാരണം ഞാനിങ്ങനെ കുറെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ കലപില് കൂട്ടി അന്നും ഇങ്ങനെ തന്നെയാണ്, കുറെ ബഹളം വെച്ചൊക്കെ നടക്കുമ്പോ ആൾക്കാർ മുഴുവൻ എന്നെ ഒരു വെഗിളി നിഷ, ഒരു ബോണ്ടത്തി നിഷ എന്നൊക്കെയുള്ള കുറെ വിളികളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അമ്മാമ്മ എന്നോട് പറയും, മോളെ ഇങ്ങനെയൊന്നും ഒരുപാടൊന്നും വർത്താനം പറഞ്ഞ മോളെ ഒരുപാട് ആൾക്കാർ പറ്റിക്കൂട്ടാ, മോള് ഇങ്ങനെ ബോധമില്ലാണ്ട് അന്തക്കേടായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ എന്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അന്നും ഉണ്ടായിട്ടുള്ളൂ, ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും ആളെ ഓർക്കുമ്പോൾ വലിയൊരു നൊസ്റ്റാൾജിയ അല്ലേ പറയാല്ലേ. അത് ആളെ പറ്റി പറഞ്ഞാൽ പിന്നെ കണ്ണ് നിറയും. അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഇത് പറയുമ്പോൾ ടീച്ചറെ കണ്ണ് നിറയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടില്ല ടീച്ചറെ. ടീച്ചർ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നത്. കാരണം ഇത്രയും പെട്ടെന്ന് അമ്മൂമ്മ എന്ന് പറഞ്ഞപ്പോ വല്ലാതെ അതൊരു ഇമോഷണൽ എലമെന്റ് ആണ്. അപ്പൊ ടീച്ചർക്ക് അങ്ങനെ ഞാൻ കാണുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ സാരി എടുത്ത് നല്ല തൃശ്ശൂർ ഭാഷയിൽ ഉറക്കെ സംസാരിക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചർ അല്ലാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേറൊരു ടീച്ചർ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഉള്ളിലുള്ളതൊരു ടീച്ചറല്ല, അതൊരു 10 വയസ്സുകാരി നിഷക്കുട്ടിയാണ് ഇപ്പോഴും, ഇന്നും. ആ കുട്ടിക്ക് ഒരുപാട് ചെറുപ്പകാലത്തിലെ മുതല് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്നേഹം എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ഇപ്പൊ ഒരു മാധവിക്കുട്ടി ലാംഗ്വേജിൽ സംസാരിക്കൊന്നുമല്ല. സ്നേഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു സംഭവമാണ്. ഇപ്പൊ ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയും അയാളെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈഗോ കൊണ്ടാണെന്ന് പറയും. പക്ഷെ എന്നെ കീറി മുറിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലും പുറത്തൊക്കെ സ്നേഹമായിരിക്കും. ഞാൻ ഇങ്ങനെ പറയും, ഞാനൊരു ഗുലാബ് ജാമുൻ പോലെയാണ്. ഗുലാബ് ജാമുൻ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുന്നത് മധുരമുള്ള ഒരു വെള്ളത്തിലാണ്. ഇനി ഗുലാബ് ജാമുൻ ഞെക്കിപ്പിഴിഞ്ഞാലും അതിൽ നിന്ന് വരുന്ന മധുരമാണ്. അതായത് എങ്ങനെയാ എനിക്കത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ എല്ലാവരും ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. ഇപ്പൊ 10 മിനിറ്റ് സജഷനോട് സംസാരിച്ച എന്റെ കുടുംബകഥ മൊത്തം സജഷനോട് ഞാൻ പറയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കൊടുക്കുന്ന സ്നേഹം തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു വല്ലാത്തൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു ബ്ലൈൻഡ് ബിലീഫാണ് ആളുകളെ. അപ്പൊ അതുകൊണ്ട് നമുക്കത് കിട്ടാതാവുമ്പോ നമ്മുടെ ഒരു കപടമായ ഒരു ലോകമല്ലേ ഇത്. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കാൻ യോഗ്യല്ല ഞാൻ എന്ന് തോന്നുന്നു. അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്.
അല്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. കാരണം അത് ടീച്ചർ എന്താ പറയാ, ഇങ്ങനെ ഇത്രയും ആളുകൾ വളരെ എക്സ്ട്രോവർട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നുക. ആ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് സമ്മർ ഇൻ ബെത്ലഹേമിലെ ആമി എന്ന് പറയുന്ന ഒരു ഓ കഥാപാത്രം. ആ അതിൽ നമുക്കറിയാം മഞ്ജു വാര്യർ വളരെ ബബ്ലിയായി എല്ലാവരോട് ചിരിച്ച് കളിച്ച് ഓടി നടക്കുന്ന മഞ്ജു വാര്യർ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും പോയിരുന്ന് വിതുമ്പുന്ന ഒരു ആമി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അങ്ങനെ ഒരു നിഷയാണ് ആക്ച്വലി ഞാൻ. പക്ഷെ അത് ആളുകളുടെ മുന്നിലേക്ക് എക്സിബിറ്റ് ചെയ്യാതെ ആളുകളെ ഇൻസ്പയർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് മാത്രം. നമ്മൾ സാധാരണ ഒരു ഉള്ളിൽ ദുഃഖമുള്ളപ്പോഴും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത് വളരെ അപൂർവ ആളുകൾക്ക് സാധിക്കുള്ളൂ. നമ്മൾ മെഴുകുതിരിയുടെ കഥയൊക്കെ പറയുമ്പോൾ കേട്ടിട്ടില്ല, മെഴുകുതിരി നിന്നുരുകയാണെങ്കിലും അതൊരു പ്രകാശം ആളുകൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പം അങ്ങനെ എന്തോ ദൈവം നിയോഗിച്ച ഒരാളാണ് ഞാൻ, എനിക്ക് എന്നെക്കുറിച്ച് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഉള്ളിലെ ഈ വേദനയും അതുപോലെ നമ്മളെ പോലെ തന്നെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ പുറത്ത് കാണുമ്പോഴാണ് ഈ മോട്ടിവേഷൻ സംഭവിക്കുന്നത് അതെ അല്ലേ? അതെ. അതെന്താ വെച്ചാൽ എനിക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ആളുകളോട് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ ഭയങ്കര അലമുറയിട്ട് കരയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ഒക്കെ ഞാൻ കരയണ കണ്ട അവർക്ക് വിഷമാവരുതല്ലോ. അപ്പൊ ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി പൈപ്പൊക്കെ ഫുള്ള് തുറന്നിട്ട് അല്ലെങ്കിൽ ഷവറൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ അങ്ങനെ നെഞ്ചു തല്ലി അങ്ങോട്ട് കരയും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അടിപൊളി നിഷാടി നീ സെറ്റാടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും. പിന്നെ ആ കണ്ണുനീര് തുടച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആളായി. ഇതാണ് മോട്ടിവേഷൻ അല്ലേ? ആ സാധനമാണ്. പക്ഷെ പലർക്കും അങ്ങനെ കരഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല സജേഷ. അങ്ങനെയുള്ള ആളുകളാണ് ഡിപ്രഷനിൽ എത്തുന്നതും ആത്മഹത്യ ചെയ്യുന്നത്. കരച്ചിലൂടെ തന്നെ അവരങ്ങ് പോകും. ചിലർക്ക് കരയാൻ പോലും പറ്റില്ല. പറ്റില്ല. കാരണം നമുക്ക് കരയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെ കരയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രഷർ കുക്കർ പോലെ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും ലെറ്റ് ഔട്ട് അല്ലേ, റീഫ്രഷ് ആയി. അതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പലർക്കും അങ്ങനെ കരയാൻ പറ്റുന്നില്ല. എല്ലാവരും എപ്പോഴും ആരെയോ കാത്തിരിക്കുകയാണ് അല്ലെ. എപ്പോഴും പിന്നെയും പടി കടന്നൊരാൾ എത്തും. അത് എത്ര വയസ്സായാലും അതെ, ആ ഒരു പ്രതീക്ഷ നമ്മളെല്ലാവരിലും ഇല്ലേ? സജഷന്റെ ഉള്ളിലോ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ഒരാൾ വരും, പടി കടന്നെത്തും. ചിലപ്പോ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താനാവാം. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സേവിയറിനെ കാത്തിരിക്കുകയാണ്, ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി വരുന്നത്. പലപ്പോഴും അങ്ങനെ കാത്തിരുന്നിട്ട് ഒരുപാട് വർഷങ്ങൾ എൻ്റെ കടന്നുപോയിട്ടുണ്ട്. അത് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇത് മുഴുവൻ എൻ്റെ പ്രശ്നം കൊണ്ടാണോ. കാരണം ഞാനൊരു ഓവർ തിങ്കറാണ്. അതുപോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിൽ സങ്കടം തോന്നുക? ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴാണ്. ഇപ്പോൾ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ അമ്മയിൽ നിന്നോ ബ്രദറിൽ നിന്നോ ഒക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുക അല്ലേ. ഞാൻ ഒരുപാട് അതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര സ്നേഹം എല്ലാവരും, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സെനിക്ക് ശത്രുക്കളില്ലേ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരുപാട് ഇപ്പൊ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടാത്ത ഡയലോഗുകൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കും. അതായത് ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം സജഷൻ അറിയണ്ടാവുള്ളൂ. അതായത് എന്റെ ഭയങ്കര നല്ല സ്വഭാവം, പക്ഷെ എനിക്ക് പെരുമാറാൻ അറിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് സജഷൻ ഇഷ്ടമില്ല, ഞാൻ അവിടെ നിന്ന് പോവും. പിന്നെ വേറെ ഡയലോഗോ അല്ലെങ്കിൽ അഭിനയോ നാടകോ വെച്ച് കെട്ടലൊന്നുമില്ല. എന്നെ അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു ഇഷ്ടത്തിനും എനിക്കൊരു സെക്കൻഡ് വേണ്ടോ, മനസ്സിലായ? അതുപോലെ തന്നെ ദേഷ്യം വന്നാലും ഞാനത് റിയാക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്ക് പെരുമാറാൻ, അതായത് അഭിനയിച്ച് പെരുമാറാൻ എനിക്ക് ഫേക്ക് ചെയ്യാൻ അറിയില്ല. അത് ഞാൻ പറഞ്ഞ ആ 10 വയസ്സുകാരിയിൽ നിൽക്കാൻ ഞാൻ ഇപ്പോഴും ഭയങ്കര പ്രശ്നാ. പോത്ത് പോലെ വളർന്നു എന്നുള്ളൂ. അല്ല, ടീച്ചർ വളരെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ ഒരു മോട്ടിവേഷൻ ട്രെയിനറായ ആളുകൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കാരണം അവര് അതായത് നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ജീവിതാനുഭവമാണ്. നമുക്ക് എത്ര ദിവസം ബുക്കിൽ നോക്കി പഠിച്ചത് പറയാൻ പറ്റും? പോട്ടെ, ഒരു 10 വീഡിയോയിൽ എനിക്ക് ബുക്കിൽ നോക്കി പഠിച്ച കാര്യങ്ങൾ പറയാൻ പറ്റും. 11ാമത്തെ വീഡിയോയിൽ ഒരാൾ വന്ന് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ പറ്റാതെ ഞാൻ ബബ്ബാന്നാവും. അപ്പൊ എനിക്ക് അത്രമാത്രം ജീവിതാനുഭവങ്ങൾ വേണം. ഒരു റിയൽ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അത്രമാത്രം ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ജനഹൃദയങ്ങളെ തൊടാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരുന്നിട്ട് സജഷനെ പറഞ്ഞു. അതായത് ഞാൻ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പല ആളുകൾ എന്നോട് പറയാറില്ല, ടീച്ചറെ എൻ്റെ കാര്യം തന്നെയല്ലേ ടീച്ചർ അവിടെ ഇരുന്ന് പറഞ്ഞേ, എനിക്ക് സങ്കടമായിട്ട് പാടില്ല, ഒരു മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കൂ. ഞാൻ അതിൻ്റെ താഴെ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് വരുന്ന കോളുകൾ ഉണ്ടല്ലോ, വിഷമം തോന്നിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പ് ചെയ്യാനാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം ഒരു 100-150 മിനിമം ആയിട്ട് പറയണം, 150 മെസ്സേജ് മിനിമം വരും. അവരവരുടെ കുടുംബകഥ മൊത്തം ഇരുന്ന് പറയാ. എന്ത് ധൈര്യത്തിൽ അവരിത് മൊത്തം എന്നോട് പറയണേ. പിന്നെ ഒരുപാട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ കേട്ടിട്ട് ഇവരെ ഞാൻ എന്തെങ്കിലും, അതായത് ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് നടത്തുന്നില്ല. ഞാൻ കൗൺസിലിംഗ് കാരണം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എക്കണോമിക്സ് ടീച്ചറാണ്, സാധാരണ എക്കണോമിക്സ് ടീച്ചർ. അതിൽ നിന്ന് മാറി മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ കാരണം തന്നെ കൊറോണ കാലഘട്ടമാണ്.
കൊറോണ കാലഘട്ടത്തില് എല്ലാവർക്കും വന്നു കൊറോണ ഇല്ലേ? സജഷൻ വന്നിരുന്ന വന്നിരുന്നു. എങ്ങനെ ഏത് ടൈപ്പ് കൊറോണയാന്ന് എങ്ങനെയാ മണം പോയി? അത് ലൈറ്റ് ആണ് വന്നത്. ലൈറ്റ് ആയിട്ട് വന്നത്. എനിക്ക് വന്ന കൊറോണ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം പോലെ തന്നെ ഒരു വെറൈറ്റി സാധനം വന്നത്. പെരോസ്മിയ എന്നായിരുന്നു അതിന്റെ പേര്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്മെല്ലൊക്കെ പോയി, ടേസ്റ്റ് ഒക്കെ പോയില്ലേ? പക്ഷെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയി. അതായത് സ്മെല്ലുകളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരും. അതായത് ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ മണം പോവാണെങ്കിലും കുഴപ്പമില്ല, ചെളിവെള്ളത്തിന്റെയും ഈ കനാലില്ലേ, നമ്മുടെ തൃശ്ശൂര് കാന, നമ്മുടെ കാനയിൽ പോണ ചെളിവെള്ളത്തിന്റെ അഴുക്കിന്റെയും മണം ഭക്ഷണത്തിന്. ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പിനും സാധനങ്ങൾക്കൊക്കെ കെമിക്കൽസിന്റെ മണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു വെറൈറ്റി സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ആ ഒരു സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെർവ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഡിസ്റ്റോർട്ടഡ് ആയി സ്മെല്ലുകളെല്ലാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്രഷൻ. കാരണം ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആളാ. എവിടെയൊക്കെയാണ് തൃശ്ശൂർ ഏറ്റവും നല്ല ഫുഡ് സ്പോട്സ് ഉള്ളത് നോക്കി നടക്കുന്ന ആളാ. ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവുന്ന അവസ്ഥ. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഞാൻ 10 കിലോ കുറഞ്ഞു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആൾക്കാരെയും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എക്സാക്ട് ഡിപ്രഷൻ. ഇത്രയധികം വർത്താനം പറഞ്ഞാൽ ഞാൻ സൈലന്റ് ആയപ്പോൾ വീട്ടുകാർക്കൊക്കെ പകപ്പായി. ഇനിയിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഒന്നും മിണ്ടില്ല. റൂമിന്റെ ഉള്ളിൽ എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ല. നമ്മൾ മറ്റേ ഒരു സിനിമയിൽ സുകുമാരി വെളിച്ചം കാണുമ്പോൾ അയ്യോ അയ്യോ എന്നൊക്കെ പറയണ ഒരു അതുപോലെ വെളിച്ചമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ്. റൂമിന്റെ ഉള്ളിൽ അടച്ചിരിക്കുക. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഈ ആദ്യമായിട്ട് ഒരു മോട്ടിവേഷണൽ വീഡിയോ, മോട്ടിവേഷനായിട്ട് ചെയ്തൊന്നുമല്ല, വെറുതെ ഒരു മൊബൈൽ ഓൺ ചെയ്ത് ആളുകളോട് എന്തെങ്കിലും, അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും കമന്റ് ഇടുമല്ലോ, അത് വായിച്ചിട്ട് ഒരു ഉൾക്കൊള്ളും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ ഇട്ടത് അമ്മമാരെ കുറിച്ച്. അമ്മമാര് നമുക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം അവർ എന്ത് നേടുന്നു, അവര് പ്രായമാകുമ്പോൾ അവരുടെ ലൈഫ് പോയില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു വെറുതെ ഒരു വീഡിയോ അതിട്ട് ഞാൻ പിന്നത്തെ ദിവസം രാവിലെ ആകുമ്പോൾ അതിന് 15,000 ഷെയറാ. ഞാൻ പണ്ട് 2007 സ്കൂളിൽ പഠിപ്പിച്ച പിള്ളേരൊക്കെ അബുദാബിന്നും മറ്റേ ദുബായിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ടീച്ചറെ സംഭവം ഭയങ്കര വൈറലായില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഇവിടെയാണ് ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുള്ളത്. മറ്റേ പുറം രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിലൊക്കെ അത് പലരും ഷെയർ ചാറ്റ്, ടിക്ടോക്ക്, അതിലൊക്കെ അമ്മമാരെ കുറിച്ച് പറഞ്ഞ സാധനം വൈറലായി പോയി. അങ്ങനെ അതിന്റെ താഴെ പലരും എഴുതിണ്ടായിരുന്നു, നല്ല സംസാരം, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്, ടീച്ചർ ഇനിയും ഇത് തുടരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ആ ഒരു ട്രാക്കിലേക്ക് അങ്ങനെ വീണു പോയി. അയ്യോ സത്യമായിട്ട് ഞാൻ അതിനു വേണ്ടി ഒരു ശ്രമം എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ആ മോട്ടിവേഷൻ നമ്മൾ വീഡിയോകളിലൂടെ ഇങ്ങനെ തുടർന്നു. അതെ അതെ. പിന്നെ എങ്ങനെ ഒരു അടുത്ത തലത്തിലേക്ക് പോകുന്നത്? അപ്പൊ ഈ വീഡിയോകളിലൂടെ തുടർന്നപ്പോ മുഴുവൻ ഞാൻ അധികം സംസാരിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. സജേഷ് എന്റെ ഏതെങ്കിലും വീഡിയോ കാണാറുണ്ട്. അപ്പൊ അതിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഒറ്റപ്പെടുന്നതിനെ കുറിച്ച്, ഏകാന്തത അനുഭവിച്ച ആകൊരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യാം. അപ്പൊ എനിക്ക് വന്നിട്ടുള്ള അധികം കമന്റുകളും അതുപോലെ ആ നമ്പറിൽ വന്നിട്ടുള്ള മെസ്സേജുകളും, ടീച്ചർ അതിനൊരു 5 മിനിറ്റ് കേൾക്കുമോ, ഒരു 2 മിനിറ്റ് എനിക്ക് പറയാനുള്ളതൊന്ന് ആരെങ്കിലും കേൾക്കുമോ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴേ കേൾക്കാൻ ഒരാൾ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊരു പൊതുസമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണോ? പിന്നെ തീർച്ചയായും നമ്മളിപ്പോ കേൾക്കാൻ ഒരാള്, ഇപ്പൊ സജേഷിന്റെ ഫ്രണ്ട് സർക്കിള്, ഇപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എത്ര പേരുണ്ടാവും സജേഷിന്? വളരെ കുറവ്, 2-3 പേരൊക്കെ ഉള്ളൂ. 3 പേരുണ്ട്. അവർ ഏത് സമയത്ത് പോയാലും സജേഷിനെ കേൾക്കായിരിക്കും. അല്ല, എപ്പോൾ അവരുടെ എന്റെയും കൂടി ഒരു സമയം മാച്ചായി വരണം. അപ്പൊ അങ്ങനെ അവരും സുഹൃത്തുക്കളും ഇല്ലാത്ത ചില സമയങ്ങൾ സജേഷിന് ഒറ്റയ്ക്ക് ഉണ്ടാവില്ലേ? ആ സമയത്ത് സജേഷ് സ്വയം സംസാരിക്കാറുണ്ട്. സ്വയം സംസാരിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാ അത് ഒരു ആശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുക? ആ സമയത്ത് ചില സമയത്തൊക്കെ നമ്മൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. അതെ. അപ്പൊ നമുക്ക് അതുപോലെ ആളുകള് അങ്ങനെ പോലും സ്വയം പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്നെ ഒന്നൊരു മിനിറ്റ് കേൾക്കൂ. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും, മക്കളെ ഞാൻ ഇതൊന്നും കേട്ടിട്ട് ഇതൊന്നും പറഞ്ഞുതരാം, ഞാൻ ഒരു എക്സ്പേർട്ട് ഒന്നല്ല, എനിക്ക് ഒരു അറിവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അറിവ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം കഴിഞ്ഞു സജേഷേ. നമുക്ക് എന്തറിവാനുള്ളത്? ഈ 44 വയസ്സിന്റെ ഇടയ്ക്ക് ഞാൻ ആകെ നേടിയിട്ടുള്ള അറിവ് 1-2 കാര്യങ്ങളാണ്. ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. സ്നേഹം നമുക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, തിരിച്ചു മോഹിക്കാൻ പറ്റില്ല. ഈ 2 കാര്യം മാത്രമേ ഈ 44 വയസ്സിന്റെ ഇടയിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കണം, നമുക്ക് വിഷയത്തിലേക്ക്. അപ്പൊ ഈ കാമുകി കാമുകന്മാരില്ലേ, ഒരു ശക്തമായ പ്രണയത്തിൽ പോവാണ്. അപ്പൊ ഇവരുടെ 2 പേരുടെയും സ്നേഹത്തിന്റെ അളവുകോൽ ഒന്നായിരിക്കില്ലേ? അതെങ്ങനെ ഒരുപോലെ ആവുക? പ്രണയത്തിലുള്ള 2 വ്യക്തികൾ ഇന്ന് വരെ ഒരുപോലെ പ്രേമിച്ചിട്ട് ഉള്ള ചരിത്രം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? 2 വ്യക്തികൾ പ്രണയിക്കുന്നു, 2 പേരും ഒരുപോലെ പ്രണയിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കല്ലേ. ഒരാൾക്ക് മാത്രമായിരിക്കും ശക്തമായ പ്രണയം, മറ്റാൾ പ്രേമം അഭിനയിക്കുകയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആരും ചിന്തിക്കാത്ത, ചോദിക്കാത്തൊരു ചോദ്യം. അതെ, സത്യമായിട്ട് അതാണ്. കാരണം മറ്റേ ഒരു കാമുകനും കാമുകയും ഉണ്ടാവുമ്പോൾ അതിൽ ഏറ്റവും അധികം ഒരാൾക്കായിരിക്കില്ലേ സ്പാർക്ക് തോന്നിയിട്ടുണ്ടാവും. അയാളാണല്ലോ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മറ്റാൾക്ക് ഓൾറെഡി സ്പാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരാൾ വന്നിപ്പോ എന്നോട് പറയണു, ടീച്ചർ എനിക്ക് ടീച്ചറോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുവരെ എനിക്ക് ആ സ്പാർക്ക് ഇല്ല, അയാളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ആ സ്പാർക്ക് ഒരു ഒറ്റയടിക്കാൻ ഉള്ളിലേക്ക് വരുമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അയാൾ 6 മാസം മനസ്സിൽ എന്നെ ആലോചിച്ച് നടന്ന്
വന്ന് താലോലിച്ചിട്ടായിരിക്കും എന്നോട് അത് വന്ന് പറയുന്നത്. അതെ. അപ്പൊ 6 മാസത്തെ ആ സ്നേഹം അവിടെ കിടക്കുന്നുണ്ട്. ഉം. അപ്പൊ ഞാനിവിടെ ആരായി? ആമി മൊയിലും കഥ പോലെയാ. ഉം. അയാൾ 6 മാസം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ, ഒന്ന് ബിഗിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ പ്രേമം ഒരിക്കലും ഒരേ റേഞ്ചിൽ പോകുന്നതല്ല. അല്ല. ഒരാൾ എന്നും മുന്നിലായിരിക്കും, മറ്റാൾ പുറകിലും. ഇവർ രണ്ടുപേരും ഒന്നിച്ചാന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. പിന്നെ അതിന്റെ ഇടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആവുന്നതാണ് പ്രശ്നം. പ്രശ്നം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നായാലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. ഉം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമായിട്ടല്ലല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഉം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, കോംപ്രമൈസ് ചെയ്യരുത്, കോംപ്ലിമെന്റ് ചെയ്യണം. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും, നിനക്ക് വേണ്ടി ഞാൻ അന്ന് എത്രമാത്രം സഹിച്ചിട്ടാണ് നിന്റെ കൂടെ നിന്നെ എന്ന് പറയുമ്പോൾ അതുവരെ നിന്നത് മുഴുവൻ വേസ്റ്റായി. അതുവരെ നമ്മൾ സഹിച്ച് നിന്നത് മൊത്തം ഇപ്പൊ വിളിച്ചു പറയുമ്പോൾ ആ നിന്നതിന്റെ വില പോയി, ഇപ്പൊ വിളിച്ചു പറഞ്ഞപ്പോൾ മൊത്തം സ്നേഹവും പോയി. അതേസമയം അന്ന് തന്നെ അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, പലർക്കും തുറന്നു പറച്ചിലുകൾ പേടിയാണ്. ഒരു പ്രണയത്തിൽ ഏറ്റവും അധികം വേണ്ടത് നമുക്ക് നമ്മളായിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്, അല്ലെ? പലരും പ്രണയത്തിൽ കംപ്ലീറ്റ് ആക്ടിങ് ആണല്ലേ? പിന്നെ ഒട്ടുമിക്കവാറും പ്രണയങ്ങളിൽ ആക്ടിങ് ആണ് ആ ആക്ടിങ് നിൽക്കുന്നതോടെ പ്രശ്നം തുടങ്ങി. തുടങ്ങുമോ? അതെന്താ വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു 6 മാസക്കാലം ഭയങ്കര ബട്ടർഫ്ലൈ ഫീലിംഗ് അല്ലേ? ആദ്യത്തെ 6 മാസക്കാലം നമ്മളുടെ എന്താ പറയാ, തലച്ചോറൊന്നും വർക്ക് ചെയ്യണില്ലെന്ന് തോന്നുന്നുണ്ട്. പ്രേമം മറ്റേ അന്ധതയാണല്ലോ കൊണ്ടുവരുന്നത്. കണ്ണ് കണ്ണ് കാണില്ല. കാണില്ല, ഉം. ചെവി കേൾക്കില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണ്. കാരണം നമുക്ക് അപ്പുറത്തേക്കുന്ന ആളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷാരൂഖ് എല്ലാം ഖാൻ. ഒരാളിലേക്കായി. അതെ, ഉം. ഫോക്കസ് മുഴുവൻ അയാൾക്കായി. അയാൾ ചെയ്യുന്ന തെറ്റുകളൊന്നും നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഹോർമോൺസ് മറ്റേ വേറെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഒക്കെ പ്രവർത്തിക്കണേ. അപ്പൊ നമ്മളുടെ ബുദ്ധിയൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ ഹൃദയമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവനെ പോയി സ്നേഹിക്കൂ, അവൻ ഉണർന്നോ എന്ന് നോക്കൂ, അവൻ്റെ ഹായ് മെസ്സേജ് വന്നോ, അവൻ്റെ ഗുഡ് മോർണിംഗ് എവിടെ, അവൻ ചോറുണ്ടോ, അവൻ കാപ്പി കുടിച്ചോ. അതിൻ്റെ ഇടയിൽ അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ പോയി, നമ്മുടെ തലയൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി, ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ ചെയ്യണോ ശരിയല്ലല്ലോ, ഇത് 6 മാസം മുമ്പ് ഇതേ സാധനം അവൻ ചെയ്യുന്നുണ്ട്, അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഉം. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളായി. നമ്മൾ തുറന്നു പറയാൻ തുടങ്ങി, അപ്പോൾ മറ്റേ ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാണ്ടായി. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റേ ആളെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുന്ന പോലെയാണ് പ്രണയബദ്ധരാവുന്ന എല്ലാവരും. ആ പോട്ടെ, കൊറോണ ടൈംസിൽ നമുക്ക് ആളുകൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത സമയത്ത് ഓരോ ക്യാമ്പ് നടത്തിയിട്ട് ഉടുപ്പുകളും ഷർട്ടും പാൻറ്റൊക്കെ കൊടുത്തു. നമുക്ക് കൃത്യ അളവൊന്നുമല്ലല്ലോ കിട്ടിയത്, ഏതെങ്കിലുമൊക്കെ ഡ്രസ്സായിരിക്കും അതെ, കിട്ടുക. അതെ. അത് നമുക്ക് അളവില്ലാത്ത കുപ്പായ ഇടുന്ന പോലെയാണ് പ്രണയിതാക്കളെല്ലാം. പിന്നെ നമ്മളത് ഓൾട്ടർ ചെയ്ത് നമ്മുടെ അളവിലേക്ക് ആക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ വളരെ ശാന്തമായി സൗമ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രണയങ്ങളുണ്ടല്ലോ. വളരെ അപൂർവമായിട്ടുണ്ട്. ഉം. പക്ഷെ അതിലൊരാള് തീർച്ചയായും അയാളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ലായിരിക്കും. കാരണം ഉം. അതായത് ഒരു 2 പേര് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ 2 പേര് തമ്മിൽ തീരെ വഴക്കില്ലാണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് പ്രണയിതാക്കൾക്കിടയിൽ ഒരു വഴക്കുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഉം. ഒന്നില്ലെങ്കിൽ ആ പ്രണയത്തിലുള്ള ഒരാൾ പൊട്ടനായിരിക്കണം, ഉം. അതല്ലെങ്കിൽ ഒരാൾ ഒന്നും തുറന്നു പറയുന്നുണ്ടാവില്ല. അതായത് എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിക്കുന്നുണ്ടാവും. ഉം. അതല്ലെങ്കിൽ തീർച്ചയായും അടിപൊട്ടില്ല. കാരണം 2 വീടുകളിൽ നിന്ന് വരുന്ന 2 വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യക്തികൾ ഒന്നിച്ചു ചേരുമ്പോൾ തീർച്ചയായും അടി പൊട്ടേണ്ടതാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഉണ്ടാവും. ഉണ്ടാവണം. കാരണം പ്രശ്നം ഉണ്ടായാലാണ് അവിടെ യഥാർത്ഥ സ്നേഹമുള്ളൂ. കാരണം ആ പ്രശ്നം കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ചു വന്ന് പൂർവാധിക ശക്തിയോടെ സ്നേഹിക്കാനാവണം. തെറ്റുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഇംപെർഫെക്ഷൻസോടു കൂടി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അതൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം എനിക്കൊക്കെ പണ്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അവരൊക്കെ എന്നെ മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചിരുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ മോട്ടിവേഷൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് മീഡിയയിൽ തന്നെയുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ എന്നോട് പറഞ്ഞാണ്, ഒരു കാര്യം ചെയ്യുന്ന ഷേ, സംഭവമൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ തൃശ്ശൂർ ഭാഷയില്ലേ ഒരു എയിമില്ല, ഒന്ന് മാറ്റി പിടിച്ചേ, നീ കുറച്ചുകൂടി അച്ചടി ഭാഷ, നീ ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ, നീ എന്തൊട്ട് വർത്താനി പറയണേ, ഒരു എയിമില്ല കേൾക്കാൻ. എന്ത് എയിമില്ലായ്മ? നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ നമ്മുടെ തൃശ്ശൂർ വർത്താനം നമുക്ക് ആളുകളോട് സംവദിക്കാൻ ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അന്തസ്സത്ത് പിന്നെ എവിടെയാ സജേഷേ? ഞാനും കുറെ കാലം മുന്നേ ടീച്ചർ ആദ്യമായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ എന്നെ അട്രാക്ട് ചെയ്തത് ഇത്ര എനിക്കൊരു അസൂയ തോന്നി. അതെ. ഞാനൊരു തൃശ്ശൂർകാരനായിട്ട് ഇത്ര അത് മനോഹരമായിട്ട് ബലം പിടിച്ച് അതായത് ഈ തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ആ, നമ്മൾ ബലം പിടിച്ച് സംസാരിക്കും. അതായത് ആ, നമ്മുടെ വർത്താനത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ വർത്താനം എന്നും കൂടി പറയില്ല, ഇല്ല വർത്തമാനം. വർത്തമാനം. സജീഷ എന്തുണ്ട്, സുഖമായിരിക്കുന്നു, ആ, സജീഷ എന്തുണ്ടാ എന്ന് ചോദിക്കണം. നമ്മൾ വ്യത്യാസം ഭയങ്കരമാണ്. വ്യത്യാസമുണ്ട്. ആ. അപ്പൊ മറ്റേത് ഞാനിങ്ങനെ സജീഷ സുഖമായിരിക്കുന്നു, സജീഷിന്റെ വീട് എവിടെയാണ്, ഇവിടെയാണല്ലേ, ഓക്കെ എന്ന് ഞാൻ പറയുമ്പോൾ സജീഷിന് എന്നോട് വല്ലാത്തൊരു അകല ഫീൽ ഈ ചെയ്യണം. തൃശ്ശൂർ ഭാഷയിൽ പൊതുവെ ഒരു നിഷ്കളങ്കത ഉണ്ട് അല്ലേ? തൃശ്ശൂരുകാർ വർത്തമാനത്തിന് നിഷ്കളങ്കരാണോന്ന് നമ്മുടെ എനിക്കറിയില്ല, ഭാഷയിലുണ്ട് അത്. ഭാഷയിലെ അതെ അതെ അതെ. ആ ലാംഗ്വേജിന് അങ്ങനെ പിന്നെ പ്രത്യേകത അതെന്ന് വെച്ചാൽ ഉണ്ട്. അതൊരു ആ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അങ്ങനെയുള്ളൊരു ഫീലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നസെന്റ് ഒക്കെ സംസാരിക്കുമ്പോൾ അതെ അതെ അതെ. അദ്ദേഹത്തെ ഇത്ര ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ചാൽ ഇന്നസെന്റ് അപ്പോ കഥകൾ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഞാൻ തന്നെയുണ്ട്. എന്റെ രാജ്യത്തിൽ അതെ അഭിമാനിക്കുന്നു, അതെ ഞാൻ അതെ എന്റെ അതെ. ഭാഷയിൽ അത് തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ വിട്ടിട്ട് ഞാൻ അഭിമാനിക്കുന്നു. എവിടെയും പോവാൻ പോലും
ഞാൻ ബില്ലിംഗ് അല്ല എന്നുള്ളതാണ്. താല്പര്യമില്ല. 2016 PhD കിട്ടിയ ആളാണ് ഞാൻ അപ്പൊ എക്കണോമിക്സ്. തൃശ്ശൂരിനെ എങ്ങനെയാ ആസ്വദിക്കാറ്? തൃശ്ശൂരിനെ ആസ്വദിക്കാന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്നൊരു ആ നാടല്ലേ. ആ നമ്മുടെ കുട്ടിക്കാലം, നമ്മളുടെ അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പൂങ്കുന്നത്ത് ആ ഒരു പൂങ്കുന്നം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവിടെ രാമന്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ മുന്നിൽ ഉണ്ടാവുന്ന ഒരു ചെമ്പകമരം, ഉം. ആ ചെമ്പകമരത്തിൽ നിന്ന് വീഴുന്ന ഓരോ പൂക്കൾക്കും എൻ്റെ കുട്ടിക്കാലത്തിന്റെ കഥ അറിയുണ്ടാവും. ആ ചെമ്പകം പൂക്കുന്നത് പുതിയ പുതിയ പൂക്കളാണെങ്കിൽ ആ ചെമ്പക മരത്തിന് എൻ്റെ ആ ഒരു ഇതുണ്ടാവും. അപ്പൊ പൂങ്കുന്നം പള്ളിയുടെ ആ ഒരു മുറ്റത്തെ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ പണ്ട് സൺഡേ കാറ്റിസം പഠിക്കാൻ പോയ ആ വഴികളാണ് അതൊക്കെ. അങ്ങനെ ആ ഒരു ഭയങ്കര നൊസ്റ്റുന്റെ ആളാ ഞാൻ. ഭയങ്കര നൊസ്റ്റുവാ. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒരു പണിക്ക് പോകാൻ പറ്റില്ല അന്ന് ദൂരേക്ക്. 2016 PhD കഴിഞ്ഞപ്പോൾ സജഷൻ അറിയോ, എക്കണോമിക്സിന് നമ്മുടെ തൃശ്ശൂരും ഈ കേരളത്തിൽ മാത്രമേ വിലയില്ലാത്തുള്ളൂ. ഗൾഫ് കൺട്രീസിലൊക്കെ എക്കണോമിക്സ് ടീച്ചേഴ്സിന് ഭയങ്കര വാല്യൂ ആണ്. കാരണം IAS ഒക്കെ എടുക്കുന്ന ആളുകൾ എക്കണോമിക്സ് എടുത്തിട്ടാണല്ലോ പോണേ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ സ്കൂളുകളിലേക്ക് ഫാമിലി വിസ തരാം, അബുദാബിയിലേക്ക് വരും, ദുബായിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് അവിടുന്ന് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോഴല്ല കേട്ടോ, പണ്ടൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും നമ്മുടെ നാട് വിട്ടിട്ട് ഒരു പരിപാടിയില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ, പ്രത്യേകിച്ച് മക്കളെ വിട്ടിട്ട് ജീവിക്കുക എന്ന് പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ച്, അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞാൻ യോഗ്യയാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മള് ഒരു പ്രത്യേക ടൈപ്പാണെന്നല്ലേ അതെ അതെ ഏതോ അതെ സിനിമയിൽ പറഞ്ഞ പോലെ. അതെ, ഞാൻ ഇങ്ങനെയാണ്. നിധിന്ന് അങ്ങോട്ട് മാറിയിട്ട് നമ്മളെ കൊണ്ട് ആവില്ല. ഇനിയിപ്പോ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാ തന്നെ എനിക്ക് പറ്റില്ല സജഷൻ, അത് നടക്കില്ല. ഇപ്പോ അതെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ എന്നെ അതെ കേൾക്കൂന്ന്, ഇത് ഇപ്പൊ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പിന്നെ നമ്മൾ അപ്പൊ വിചാരിക്കും സമ്പത്ത്, ഉം, അല്ലെങ്കിൽ പ്രശസ്തി, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ, വാഹനം, അത് ഇത് ആർഭാടം, അതെ ഇവര് ഈ കൂട്ടത്തിലുണ്ടല്ലേ ഒരുപാട്. ഇപ്പൊ ഞാൻ നമ്മളിടം എന്ന് പറഞ്ഞിട്ടൊരു ഓ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ സജേഷ് ഞാനത് കണ്ടിട്ടുണ്ടോ അതിന്? സോഷ്യൽ മീഡിയയിൽ കണ്ടു. എനിക്ക് കണ്ടിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. എനിക്ക് ഞാൻ മനസ്സിലാക്കിയ എത്രയാണ്, ആ അപരിചിതർ ഒരുമിക്കുന്ന ഒരു ഒരു കേന്ദ്രം. ഒരുമിക്കാന്നല്ല, ആ അപരിചിതർ ഒരു കുടുംബമായി മാറുന്നു എന്നാണ്. ആ ഒരുമിക്കാൻ നമുക്ക് എല്ലാവർക്കും അത് പറ്റും. ഒരു ടൈമിലാണോ നടക്കുന്നത്? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മള് എല്ലാ മാസവും ഈ പ്രോഗ്രാം ഉണ്ട്. ഓ അപ്പൊ നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വാട്സാപ്പിലെ ആ ഒരു നമ്പറിലേക്ക് ഓ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുകയാണ് ഓ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഓക്കെ. ഇവരൊക്കെ എല്ലാവർക്കും ആവശ്യം കേൾക്കാൻ ഒരാളെയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇവരെ കേട്ടത് കൊണ്ട് എന്താണ് കാര്യം? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ല. കാരണം സജേഷിന്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം എനിക്ക് കേൾക്കാനേ പറ്റൂ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സജേഷിന്റെ പ്രശ്നം സജേഷിന്റെ മാത്രം പ്രശ്നമാണ്. സജേഷ് വളർന്നു വന്ന സാഹചര്യം, സജേഷിന്റെ കുട്ടിക്കാലം, സജേഷിന്റെ ആ ഒരു ഒരു യൗവനകാലം, അതിലൊക്കെയുള്ള പല ട്രോമകൾ സജേഷിന്റെ ബാക്കിലുണ്ട്. അതിനൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് സജേഷ് ഒരു പുതിയ പ്രശ്നം എന്നോട് അവതരിപ്പിക്കുക. സജേഷിന്റെ ഉള്ളിൽ കുറെ മുൻധാരണകളുണ്ട്. ഇപ്പൊ ഓക്കെ. ഇവിടെ ഇരുന്ന് കേൾക്കുന്ന സജേഷിന്റെ ഉള്ളിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ സജേഷൻ ഇഷ്ട ടീച്ചറെയാണ് കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും സജേഷിന്റെ ബ്രെയിൻ്റെ ഉള്ളിലൂടെ പല ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ എന്നോട് അടുത്തത് ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ത് ചെയ്യണം എന്നായിരിക്കും. അപ്പോൾ ഒരു അറ്റ് എ ടൈമിൽ ഒരേ കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒരു വ്യക്തിയെ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ എല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് പരിപാടി നടത്തില്ല എന്ന് ആദ്യമേ ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം ഒരു വ്യക്തിക്കുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് മാത്രമേ അയാളുടെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റൂ. നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മുടെ മാത്രം പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ചിന്ത അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാം. അതായത് ഇന്ന മാതിരി പോയാൽ നല്ലതാട്ടോ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ന മാതിരി പോണം എന്ന് പറയാൻ പിന്നെ പറയുന്ന ആളോടുള്ള വിശ്വാസം ഒരു ഘടകമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ നമ്മളിടം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിടം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവിടെ ഞാനും നീയും ഇല്ല, നമ്മളും ഒരിടത്ത് നമ്മളാകുന്ന അവസ്ഥ. സജേഷ് എപ്പോഴാണ് സജേഷ് ആയിട്ടിരിക്കുന്നത്? ഒരു സമയം എന്ന് പറഞ്ഞേ. അല്ല, ഞാന് പബ്ലിക്കിൽ വരുമ്പോഴാണല്ലോ സജീഷ് ആവുന്നത്. അല്ലല്ലോ, ഒരിക്കലല്ല. സജേഷ് എന്ന് പറയുന്ന ഈ പബ്ലിക് ഫിഗറിനെ അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സജേഷ് എന്ന് പറയുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സജേഷ് എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളില്, സജേഷിന്റെ ഉള്ളില് ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ. ആ സജേഷ് എവിടെയാണ് സജേഷ് ആയിട്ടിരിക്കുക? അത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിൽ തന്നെ എവിടെയാണ് കൂടുതൽ സജേഷ് അങ്ങനെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ എവിടെയായിരിക്കും സജേഷ് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവുക? പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. നമ്മൾ കുളിക്കാൻ പോകുമ്പോ ബാത്റൂമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമ്മളാ. ശരിയാണോ? കാരണം എന്താ വെച്ചാൽ ബാത്റൂമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ആരുള്ള CCTV ക്യാമറ ഉണ്ട്? ആരുമില്ല. നമ്മൾ മാത്രമല്ലോ. നമ്മള് സിമ്പിൾ ആയിട്ട് കണ്ണടയിൽ നോക്കിയിട്ട് ചീർക്കൊണ്ടിരിട്ട് നമ്മൾ ഷാറുഖ് ഖാൻ ആവും, നമ്മൾ ഐശ്വര്യ റായ് ആവും, എന്തൊക്കെ പാട്ട് പാടും, ഏതൊക്കെ വരികൾ പാടും. ഒരു ധൈര്യമായിട്ട് നമ്മൾ പാടില്ലേ? ചിലപ്പോൾ ഒരു ലക്സ് സോപ്പ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരെ കൊട്ടിട്ട് പറയും, ഇന്ന് ടാങ്കിലത്തെ വെള്ളം മുഴുവൻ കഴിയാറായല്ലോ, നിന്റെ കുളി എന്തെങ്കിലും കഴിയോ, പ്രസവ കുളി എന്നൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തില്ലാത്ത എല്ലാ പാട്ടുകളും പാടും.
അവിടെ നമ്മൾ മോഹൻലാലാവും, നമ്മള് ശോഭനയാവും, അതെ അല്ലെ? അതെ അതെ അവിടെ നമുക്ക് നമ്മളായിരിക്കാൻ പറ്റുന്നുണ്ട്. ഉം. കാരണം അവിടെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. ഇല്ല ഇല്ല നമ്മൾ എത്രയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ മുന്നിലും നമ്മളെ കാണിക്കാത്തൊരു നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഉണ്ട്. അതായത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ പല ടൈപ്പ് ശരിക്കും മൈൻഡ്. പറഞ്ഞു കഴിഞ്ഞാല് നമ്മളീ കാണുന്ന ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, ആ ഉം. വ്യക്തി ശരിക്കും നമ്മൾ കാണുന്ന വ്യക്തിയല്ല. അല്ല, ആ കാരണം ആ ഇപ്പൊ നമ്മളൊരു മഞ്ഞുമലയുടെ ഒരു 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 ടിപ്പ്, മഞ്ഞുമല ഉം, അധികം കടലിന്റെ അടിയിലല്ലേ മുക്കാഭാഗം. ഉം. അതിന്റെ ഒരു ടിപ്പ് കാണുന്ന പോലെ ഒരു ലേശം നമ്മൾ കാണിക്കണല്ലോ അപ്പൊ നമ്മള്. നമ്മൾ പറയുന്നു അയാൾ നല്ലവനാണ്, ആ, അല്ലെങ്കിൽ നമ്മൾ അയാൾ നല്ലവനാണ്, അയാൾ നമ്മള്. മോശമാണ്. ആ, അതൊക്കെ ആ ധാരണകളൊക്കെ ശരിയാവണമെന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ആ കാരണം സജേഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് അറിയണമെങ്കിൽ സജേഷ് തന്നെ സ്വയം ഇരുന്നിട്ടൊരു ആരും വായിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കടലാസിലിരുന്ന് എഴുതാണെങ്കിൽ അതിലാണ് സജേഷ് എഴുതുക സജേഷ് ആരാന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറയാണ് സജേഷ് ആരാന്ന് സജേഷ് ധൈര്യമായിട്ട് എഴുതിക്കോ, ഞാൻ വായിക്കൊന്നുമില്ല, അത് കഴിഞ്ഞ് കീറി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറിയാം എനിക്ക് സജേഷ് ആരാന്ന്. കാരണം നമ്മുടെ ഉള്ളിലുള്ള നമ്മള് ഇപ്പൊ ഉം, ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് വളരെ നിസ്സാര ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകണം. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു 100 രൂപയുടെ നോട്ട് വെറുതെ എടുക്കണം. ഉം. അവിടെ ഒരു CCTV ക്യാമറ ഇവിടെ ഇപ്പോഴും നമ്മൾ എടുക്കില്ല. റോട്ടിലത്തെ ഒരു 100 രൂപയല്ല, എത്ര രൂപയാണെങ്കിൽ നമ്മൾ എടുക്കില്ല. കാരണം നമുക്കറിയാം അതെ അവിടെ ക്യാമറ ഉണ്ടാവും. അതെ അത് നമ്മൾ എടുക്കില്ല. കാരണം ഉം. എന്താ വെച്ചാൽ എടുത്ത വല്ലവരും കണ്ട നാണക്കേടല്ലേ. 100 രൂപയ്ക്ക് വേണ്ടി അതെ നമ്മുടെ വില പോണ്ടല്ലോ എന്ന് അതെ വിചാരിക്കും. അതെ ആ പണ്ടായിരുന്നെങ്കിൽ 100 രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഭണ്ഡാരത്തിലൊന്നും ചിലപ്പോൾ കൊണ്ടിട്ടു എന്ന് വരില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 രൂപ എന്താ നമ്മുടെ പോക്കറ്റ് ഇട്ടാൽ നമുക്ക് പുളിക്കോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. ഉം. പണ്ടത്തെ കാര്യം പറയണം. പണ്ടത്തെ ആ അന്ന് അവിടെ CCTV ക്യാമറയിൽ ഒന്നുമില്ല. ആ 100 രൂപയുടെ റോട്ടിൽ നിന്ന് കിട്ടിയ 100 രൂപ ആരെയും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് ഇട്ടിട്ട് ചിലപ്പോൾ 4 നാരങ്ങ മിഠായി വാങ്ങി തിന്നുമായിരിക്കും. അതാണ് നമ്മളൊരു റിയൽ നമ്മള്. അതെ അതെ ഇപ്പൊ നമ്മുടെ ചുറ്റും നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടെ ചുറ്റും ക്യാമറകൾക്ക് മുന്നിൽ ഇരുന്ന് സജേഷ് ഭയങ്കരമായിട്ട് ബലം പിടിച്ചിട്ടിരിക്കണേ. കാരണം സജേഷിന് അറിയാം ഇങ്ങനെ ഞാൻ ഇരുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. യഥാർത്ഥ ഇരിപ്പല്ല അതല്ലേ. അല്ല, കാരണം നമ്മളിപ്പോ ഞാനാണെങ്കിലും ഇവിടെ ഇരിക്കുന്നത് കൈ ഇവിടെ ഞാനിപ്പോ കുറച്ച് നേരത്തെ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് ചേട്ടാ ക്യാമറ സെറ്റല്ല, എന്റെ ഈ സൈഡായിട്ടാ നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. ഉം. അതെന്താ കാരണം അതെ അതെ എന്റെ ഉള്ളിലുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി. ഞാൻ എന്റെ ഈ സൈഡ് നല്ലതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ സൈഡ് കാണിക്കുന്നില്ല? ഈ സൈഡ് ഭംഗിയില്ലെന്നും ഈ സൈഡാണ് ഭംഗിയെന്നും ക്യാമറ ഈ സൈഡിലേക്ക് വെച്ചാൽ ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടൻ എന്നെ കാണാൻ എന്ന് ഞാൻ ചോദിച്ചത് എന്റെ ഇൻസെക്യൂരിറ്റിയാണ്. ഇങ്ങനെ ഞാനിത് ധൈര്യമായിട്ട് തുറന്നു പറയണു, ബാക്കിയുള്ളവർ തുറന്നു പറയുന്നില്ല. കറക്റ്റാണ് കറക്റ്റാണ്. അതാണ് വ്യത്യാസം. ഉം, അത് ഉം. തുറന്നു പറയുമ്പോൾ നമ്മൾ എന്തായി, ഈ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറയണേ, ഇങ്ങനെ വിളിച്ചു പോയി അതിന് ഭ്രാന്തുണ്ടോ എന്ന് പറയുന്ന കുറെ ആളുകൾ കമന്റ് ബോക്സിലുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരെ ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണില്ല. കാരണം നമുക്ക് ധൈര്യമായി തുറന്നു പറയാൻ ചില കാര്യങ്ങൾ പറ്റാന്ന് പറയുന്നുണ്ടല്ലോ, അത് നിസ്സാര ചങ്കൂറ്റൊന്നല്ല കേട്ടോ സജഷൻ. ആണല്ലേ. നല്ല ആംബിയറുള്ള ആളുകൾക്ക് ആ ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ പറയുന്നതോടുകൂടി ഈ മഞ്ഞുരുകി അങ്ങ് പിന്നെ ഫ്രീ ഫ്രീ ആയില്ലേ. ഫ്രീ ആയി. നമ്മളാരും, അതായത് നമ്മളിപ്പോഴും ഒരു പെർഫെക്റ്റ് ആവാനാ നോക്കുക, അല്ലേ? അതെ ഇപ്പൊ ഞാൻ ഒക്കെ പോട്ടെ, ഈ ഒരു വേഷത്തിലല്ലാണ്ട് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്താ പറയാ? സജേഷ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടോന്ന് അറിയില്ല, ഞാനൊരു ഉടുപ്പിട്ടിട്ടൊരു ഞാൻ കണ്ടിരുന്നു. ഞാൻ വൈഫും കൂടി കണ്ടിരുന്നു. അതില് വന്നിട്ടുള്ള അപ്പൊ കമന്റുകൾ അതിൽ ഒരാൾ കമന്റ് ചെയ്തില്ല, ടീച്ചറെ സാരി എടുത്ത് എടുത്ത് കാണാനാണ് കാണാനാണ് ആഗ്രഹം. ഒരാളല്ല, ആ 850 കമന്റ് ഉണ്ട് അതിന്റെ താഴെ. ആ 850 കമന്റില് എനിക്ക് തോന്നുന്നു 600 കമന്റും ടീച്ചർക്ക് സാരിയാണ് നല്ലത്, സാരിയിലാണ് ആഢ്യത്വം, സാരി ഉടുത്തിട്ട്. അപ്പൊ ഞാൻ എഴുതിയ സാരി ഉടുത്തിട്ട് ടൂർ പോകാൻ പറ്റുമോ മക്കളെ? കാരണം വെച്ചാൽ അവര് നമ്മളങ്ങനെ ഒരു ഫ്രെയിമില് ഇന്ന സെറ്റ് ആൾ ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു കോട്ടൺ സാരി എടുത്ത് അതെ വരുമ്പോഴാണ് അതെ ടീച്ചർ അതെ എന്നൊക്കെ. അതൊക്കെ നമ്മളുടെ സമൂഹം നമുക്ക് തരുന്ന ഒരു, നമ്മളെ ലേബൽ ചെയ്യാണ്, ആ ഒരു ലേബലിലേക്ക് നമ്മളെ കൊണ്ടുവരാണ്. അതൊക്കെ മാറി ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു സ്വിഗ്ഗിയുടെ ആൾ വന്ന് കോളിംബെൽ അടിച്ചാൽ ഞാൻ ഒരു മാക്സി ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഈ വേഷത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റൂ? പല ആളുകൾക്കും വീടിന്റെ അവിടേക്ക് വന്ന് എന്നെ കണ്ട മനസ്സിലാവില്ല. കാരണം ഏതെങ്കിലും ഒരു ബുഷിഞ്ഞ ഒരു മാക്സിയും മുടി ഒരു കൊമ്പും കെട്ടി നമ്മൾ നിൽക്കണ കാണുമ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഇത് അവരായിരിക്കുമോ, ഏതാണ്ട് ഒരു ചായ ഉണ്ട്, അവരാവാൻ വഴിയില്ല. കാരണം ഇങ്ങനെയൊന്നും നമ്മൾ റോഡിന്റെ അവിടെ പോയി നിന്നിട്ട് കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോ ഉം. വാനിൽ നിന്ന് വരാനായിട്ടേ ഞാൻ ആ വേഷത്തിൽ തന്നെയാണ് അവിടെ പോയി അല്ല, നിൽക്കുക. ആൾക്കാർക്ക് ഒരു ഇമേജ് അല്ലേ ഇമേജ് അല്ലേ? ഉം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്നൊക്കെ മാറി നമ്മളിങ്ങോട്ട് ഫ്രീ ആവാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മളിടം. നമ്മുടെ ഇടത്തിൽ എങ്ങനെ ഫ്രീ ആവാൻ പറ്റും? ഈ നമ്മളിടത്തിലേക്ക് ആളുകൾ വരുന്നത് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ നമ്മളിടത്തിലേക്ക് വരുന്നുണ്ട്. ആ അതായത് ഞാൻ പറഞ്ഞല്ലോ അത് മാസത്തിലൊരിക്കൽ ഏത് കാറ്റഗറി ആളുകളാണ് വരുന്നത്? 18 വയസ്സിന് മീതെയുള്ള ആർക്കും പങ്കെടുക്കാം. വരാം. 18 വയസ്സ് തൊട്ട് 71 വയസ്സ് വരെയുള്ള ആളുകൾ ഇപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഓ ഓ ഇപ്പൊ ഈ വരുന്ന ജൂലൈ 13-ാം തീയതിയാണ് നമ്മളിടത്തിന്റെ 2ാമത്തെ വാർഷികം. വാർഷികം. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും തുടങ്ങിയാൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു അധികവും. അത് 2 വർഷം തികയാന്ന് പറയുമ്പോൾ, കാരണം ഒരു സ്ത്രീ നടത്തുന്ന ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ചലഞ്ച് എത്രമാത്രം ആയിരിക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാലോ. നമ്മൾ തൃശ്ശൂർ തന്നെയുള്ള പേൾ റീജൻസി ഹോട്ടലിലാണ് പ്രോഗ്രാം നടത്താറുള്ളത്. പകലാണോ നടക്കുക? അതായത് കാലത്ത് 9 മണി മുതൽ ആ വൈകിട്ട് 4:30 വരെയുള്ള സമയത്താണ് നമ്മളിടം. ആ ആ ഈ നമ്മളിടത്തിൽ വരുന്ന ഒരു പ്രോഗ്രാമിന് വരാൻ 45 പേരാണ് ഏകദേശം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വരുന്നത്. ഓ അത്ര പേർക്ക് ആ ഹാളില് നിൽക്കാനായിട്ട് അത് പറ്റും. മാസത്തിൽ ഒരു തവണയാണോ? മാസത്തിൽ ഒരു തവണ. ഒരു തവണ. ഇതേ ആളുകൾ തന്നെ പിന്നത്തെ മാസം നമ്മൾ ടൂർ പോകും.
ഓക്കെ അപ്പൊ അവരായിട്ട് നമ്മൾ കൂടുതൽ അടുത്തു. 3 ദിവസത്തേക്ക് ടൂർ പോവുക. അപ്പൊ നമ്മൾ താമസിച്ചിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കും. വൈകുന്നേരം ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആട്ടും പാട്ടും തുള്ളിച്ചാട്ടും അതൊന്നുമല്ല. ക്യാമ്പ് ഫയറിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ കൂടെ ഒരു ദിവസം മുഴുവൻ തലേ മാസം ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ 3 ദിവസത്തേക്ക് ടൂർ കൊണ്ടുപോകുക. അപ്പോൾ അവർ നമ്മളായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു 10 മിനിറ്റ് പരിചയമുള്ള സജഷനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 3 ദിവസമുള്ള ആളുകളോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നുണ്ടാവും? അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് അവരോട് പിന്നെ തിരിച്ചെനിക്ക് അവർക്ക് ഒരു സൊല്യൂഷനും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ ഭീകരമായ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ അടുത്ത് നെല്ലിയാമ്പതിയിൽ നമ്മളിവിടെ നടത്തിയപ്പോ നെല്ലിയാമ്പതിയിലായിരുന്നു. നെല്ലിയാമ്പതിയിൽ നമ്മൾ നടത്തിയപ്പോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീരിക്കാടൻ ജോസിന്റെ പോലത്തെ ഒരാളിട്ടാ. ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇയാളെ കണ്ടിട്ട് ആകെ പേടിയായിട്ട് പാടില്ല, കണ്ട 6 അടി 2 ഇഞ്ച് വരും, ഒരു ഘടാഘടിയൻ. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇയാള് വൈകുന്നേരമൊക്കെ ആകുമ്പോ വല്ല അലമ്പാവോ എന്നൊക്കെ പറഞ്ഞു. സജേഷ പറഞ്ഞാൽ വിശ്വസിക്കില്ല. രാത്രിയൊക്കെ ആയപ്പോഴേ ക്യാമ്പ് ഫയർ ഒക്കെ തുടങ്ങി. നമ്മൾ ഈ മെഡിറ്റേഷൻ, അതായത് ക്യാമ്പ് ഫയറിന് ചുറ്റും എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഒരു സ്ലോ മ്യൂസിക് വെക്കും. എന്നിട്ട് ഞാൻ നൈസായിട്ടൊരു പാട്ട് പാടും. എന്നിട്ട് ആളുകളെ അങ്ങോട്ട് കരയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ. കരയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ കരഞ്ഞോളും. ഇവരൊക്കെ അതിങ്ങനെ ആലോചിച്ചിട്ടേ നെഞ്ചു പൊട്ടിയിട്ട് ആ മനുഷ്യൻ കരണം കണ്ടിട്ട് എനിക്ക് അയാളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ പാടുപെട്ടു. ഈ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ആ വ്യക്തി കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ ആള് ഒരു കൊച്ചുകുട്ടി കരയില്ല, ചുണ്ട കുളുക്കിയിട്ട് ഇങ്ങനെ കുളുക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അയാളെ ആശ്വസിപ്പിക്കാൻ വല്ലാത്ത പാടുപെട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പൊ പറയില്ല, കാരണം ക്രൗഡല്ലേ. എന്നിട്ട് നമ്മൾ അവരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം, നിങ്ങൾ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് അവരെ വേറെ ഇരുത്തും. കാരണം അവർ ഇമാതിരി കരഞ്ഞ് വല്ല അസുഖം നമ്മളെ എങ്ങടെ കൊണ്ടുപോടുക, ഇങ്ങനെ കരയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ ഫ്രീ ആയിട്ട് ഞാനും പിന്നെ 1-2 കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഭീകരമായ കാര്യങ്ങളൊക്കെയാണ്. ആത്മഹത്യ ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്താ പറയുക, ടീച്ചിങ് എന്നുള്ള എല്ലാ സംഭവവും ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് സജേഷേ, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് വായിച്ചതാ, അവരുടെ സ്കൂളിൽ ഏതോ ഒരു പയ്യനായിട്ട് സ്നേഹത്തിലായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ബെൽറ്റ് ഊരി അടിച്ചു. ആ പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, ഒരു 10 മിനിറ്റ് ആ കുട്ടിയെ കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഒരു ജന്മം ഉണ്ടല്ലോ. അപ്പോൾ സജേഷ് നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ, സജേഷിൻ്റെ അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ സജേഷ് വരുമ്പോൾ ദൈവത്തിന് സജേഷിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഞാൻ ഭയങ്കര ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പള്ളിയിൽ അവിടെ പോയി പ്രസവിച്ച് കിടക്കുന്ന ഒരാളൊന്നുമല്ല. ചില ആൾക്കാരുണ്ട് ഫുൾ ടൈം ആരാധനാലയത്തിലാവും. ഞാൻ അങ്ങനെയൊന്നും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോകുന്നു ചെയ്യില്ല. ഞാനും കർത്താവും തമ്മിൽ ആടപോട ബന്ധം. ആളിങ്ങനെ ഫ്രീ ആയിരിക്കണ സമയത്ത് പള്ളി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഞാൻ പോയിട്ട് ഞാൻ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ ചോദിക്കും, നിനക്കറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ, പറ്റുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തായോ എന്ന് പറയും. അപ്പൊ ഒരു പവർ കിട്ടും സജേഷ. അപ്പൊ അത് എനിക്ക് പറയുമ്പോ ഇങ്ങനെ എനിക്ക് കണ്ണ് നിറയണ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര നല്ല ആളായിട്ടൊന്നുമല്ല കേട്ടാ. ദൈവം എപ്പോഴും മോശപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കുക ആളുകൾക്ക് നല്ലത് ചെയ്യാൻ. എന്തുകൊണ്ടാണ്, ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല യോഗ്യനായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ആൾക്കാർ അത്ര പെട്ടെന്നൊന്നും കേൾക്കില്ല. ഇത് ഞാൻ എന്ന് പറഞ്ഞ ആൾക്കാരും ഇല്ല, ആളൊരു തല്ലുകൊള്ളി, അവള് ഒരു താന്തോന്നി, വായ തുറന്ന ആൾക്കാർ ചീത്ത പറയും, ദേഷ്യപ്പെടും എന്നൊക്കെ പറയുന്ന ഒരാൾ കുറെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴേ ഇതെന്ത് ഇവൾക്കൊരു മനം മാറ്റം. ഏത് ജനിച്ച അന്ന് മുതലേ വളരെ ഞാനിങ്ങനെ ഭവ്യതയോടുകൂടി നടക്കുന്ന ഒരാളൊന്നല്ലാന്ന്. എനിക്ക് മിണ്ടിയ അരിശ. ഇപ്പം ഞാൻ പുറത്തേക്ക് നടക്കാൻ പോണ നേരത്തെ ഒരാൾ, നിഷ എങ്ങടെ നീ പോണേന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ വീട്ടിലത്തെ കാര്യം അന്വേഷിക്കാൻ ഞാൻ വന്നിട്ടില്ലല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകും എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവളൊരു അഹങ്കാരി, താന്തോന്നി, തൻ്റെടി, ആരും, ഞാനൊരു പീപ്പിൾ പ്ലീസർ അല്ല. ഞാൻ ആളുകളെ സുഖിപ്പിക്കാൻ ഞാൻ സംസാരിക്കില്ല. അങ്ങനെയുള്ള ഒരാൾ കുറേ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ തോന്നും ഒന്നുമില്ലാണ്ട് നിഷ അങ്ങനെ പറയില്ല. കാരണം അവൾക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്. അപ്പോൾ ആ സാധനമാണ് ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ അത് നിങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഈ കുർബാനയുടെ ഇടയിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ സാധാരണ കുർബാനയുടെ ഇടയിൽ പള്ളിയിൽ പോയ സജഷൻ, മുന്നിലിരിക്കണ പെണ്ണുങ്ങളുടെ സാരി, അപ്പുറത്തിരിക്കണ ചേട്ടന്മാർ ചുള്ളൻ ചക്കനാണല്ലോ, ഇതൊക്കെ നോക്കിയിട്ട് പള്ളിയിൽ നിൽക്കുക. കർത്താവിനെ നോക്കാനൊന്നും എനിക്ക് നേരം കിട്ടാറില്ല സത്യമായിട്ടും. വെറുതെ കുർബാനയ്ക്ക് പോയിട്ട് ഞാൻ 4 ആളെ കുറ്റം പറഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ ഇതുണ്ട്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലോ, കൊള്ളാലോ എന്ന് ചിലപ്പോൾ പള്ളിയിലത്തെ അച്ഛൻ പറയായിരിക്കും. അതുകൊണ്ട് ഞാൻ കുർബാന ഒന്ന് ശ്രദ്ധിക്കാം. അത് നമ്മൾ സിസ്റ്റത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാതും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. അതായത് ഞാനത് എന്താ പറയാ, വഴിമാറി സഞ്ചരിക്കണമെന്നല്ല, എനിക്ക് പറ്റില്ല എന്നത്.
പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുട്ടിയാണെന്നപ്പോൾ ചിലപ്പോൾ അപ്പനും അമ്മയും ചിലപ്പോൾ നമ്മൾ വലിച്ചു കൊണ്ടുപോയിണ്ടാവും. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു കേന്ദ്രം വേണ്ടല്ലോ. അതെ അതെ, അത് ഞാൻ പറയണ തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ കർത്താവെന്നായിരിക്കാം, കൃഷ്ണൻ എന്നായിരിക്കാം, പേരുകളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മളിലൊക്കെ ഓരോ ദൗത്യം നിക്ഷിപ്തമായിട്ടുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം അത് തൃശ്ശൂർ തന്നെ നടത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. ചിലർ പറഞ്ഞു കോഴിക്കോട് നടത്തിയ കൂടുതൽ ആൾ വരും, എറണാകുളത്ത് നടത്തിയ കൂടുതൽ ആൾ വരും. അപ്പൊ ഞാൻ ആലോചിച്ചു, ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നെല്ലുണ്ടെങ്കിൽ എലി എവിടുന്നായാലും വരും. നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ കണ്ടിട്ടുണ്ടോ? അറിയില്ലേ? സദ്ഗുരുവിന്റെ പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടില്ല. പോണ്ട സ്ഥലം തന്നെ കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ സെന്ററിലാണ് ഈ പറയുന്ന ഇഷ ഒരു പറയുന്ന ഒരു ഫൗണ്ടേഷൻ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ധ്യാനയോഗി എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ട്. അവിടെ നമുക്കൊരു വലിയൊരു ഡോമിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും നമുക്ക് മണിക്കൂറുകളോളം. പോയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഫീലാ. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു തോന്നല്, ഈ നമ്മളിടത്തിന് ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ തീരെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത കുറേ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ ഒത്ത നടുവിൽ ഒരു ലൈബ്രറിയോട് കൂടിയൊക്കെ ഒരു സ്ഥലം, അങ്ങനെ ആളുകൾക്ക് ഒത്തുകൂടാൻ പറ്റിയത്. അപ്പൊ സജഷൻ വേണമെങ്കിൽ ചോദിക്കാം, ഇതിനും മാത്രം ടീച്ചറുടെ കയ്യിൽ കാശുണ്ടോന്ന്? ഒന്നുമില്ല. ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയേ, മറ്റൊരാളുടെ കണ്ണിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറേ തിന്നാ കുടിക്കുക, നാളത്തേക്ക് വേണ്ടി കുറേ സമ്പാദിക്കുക. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു 10 റുപ്യ സമ്പാദിച്ചു വെച്ചിട്ടില്ല ഇപ്പോൾ. ആകെ അവർക്ക് ഞാൻ കൊടുക്കും വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വയം പഠിച്ച് അവരവരുടേതായ രീതിയിൽ അങ്ങനെ വളർന്നു വരും എന്നുള്ളതാണ്. കാരണം ഇപ്പം നോക്കിയാലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല. അതിനൊരു 1000 രൂപ അതിൽ കയറി കഴിഞ്ഞാൽ പിള്ളേരും കൊണ്ട് ഫുഡ് അടിക്കാൻ പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ്. പ്രത്യേകത എന്താ ചെയ്ത് ഉള്ളിലൊന്നുമില്ല, എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു സ്വീകാര്യത. അതായിരിക്കും കാരണം ഈ ആളുകൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തു. ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ പറയും. അതുകൊണ്ട് ആ പറഞ്ഞപ്പോ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി. പക്ഷെ ഫ്രീ ആവില്ല. പിന്നെ അവരാ പ്രശ്നം കൊണ്ട് നടക്കും. ഞാൻ പിന്നെ അവരെ അടുത്തേക്ക് വരുമ്പോ അവര് അടുക്കില്ല നമ്മളായിട്ട്. ആ പ്രശ്നം അത്. കാരണം നമ്മൾ പറയുന്നത് അവര് എപ്പോഴും എല്ലാവരേ നമ്മൾ പറയും കഷായം കൊടുക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് മരുന്ന് തരുമ്പോ ചെറുപ്പത്തിൽ അമ്മാമ്മയൊക്കെ എനിക്ക് അങ്ങനെ തരാം. ഗുളിക നമ്മൾ കഴിക്കാത്ത പ്രായത്തിൽ ഗുളിക ഇങ്ങനെ ചാലിച്ചിട്ട് കുറച്ച് തേനിലാക്കിയിട്ട് സ്പൂണിലാക്കിയിട്ട് തരില്ലേ? അതുപോലെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. എന്ത് കയ്പുള്ള സാധനം കുറച്ച് മധുരം ചാലിച്ച് കൊടുക്കണം എന്നാണ് നമ്മുടെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ മധുരം ചാലിച്ച് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഞാനിത് വളരെ ഹാപ്പിയാണ്. ഈ ഒരു ഇന്റർവ്യൂവിൽ ഉടനീളം ഞാൻ കുറച്ചേറെ ക്യാമറ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മറന്നു. അത് സജഷന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. വളരെ ഓപ്പൺ ആയിട്ട് ഒരു വീട്ടിലിരുന്ന് വർത്താനം പറയുന്ന ഒരു ഫീല്. അത് തന്നെയാണ് നമ്മളിടത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഏറ്റവും സന്തോഷിച്ച ഒരു മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മളിടം നടത്തിയിട്ട് ഇപ്പൊ 2 വർഷമായി. അതിൽ നിന്ന് എനിക്ക് യാതൊരു ലാഭവും കിട്ടുന്നില്ല കേട്ടോ. കാരണം പേൾ റീജൻസി പോലെ ഒരു ഹോട്ടലിൽ പരിപാടി നടത്തണമെങ്കിൽ ഒരാൾക്ക് ഫുഡ് അടക്കം എത്ര റുപ്യ കൊടുക്കണമെന്ന് സജഷന് ജസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ? കാരണം നമ്മുടെ 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാണ്. തൃശ്ശൂർക്കാരനക്ക് അറിയാലോ. അവിടെ കൊടുക്കാനുള്ള കാശ് ഞാൻ വാങ്ങും. അത് ഞാൻ അവിടെ കൊടുക്കും. എന്നിട്ട് എൻ്റെ വീട്ടുകാർ ചോദിക്കും, നീ എന്തിനു ഇത്ര വലിയ സേവനം ചെയ്യണം? ഞങ്ങൾക്ക് അറിയാണ്ട് ചോദിക്കാന്ന് പറയും. പക്ഷെ അതിനുള്ളൊരു കൂലി എനിക്ക് കിട്ടി. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ വെള്ളയപ്പങ്ങാടിയില്ലേ, പുത്തമ്പള്ളിയുടെ അവിടെ വെള്ളയപ്പങ്ങാടിയിലുണ്ടായിരുന്ന ഒരു ചേച്ചി, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ ചേച്ചി സ്ഥിരമായിട്ട് നമ്മളുടെ അടുത്തിൽ വരാറുള്ളതാണ്. അവർ മരിച്ചിട്ട് നമ്മൾ കാണാൻ പോയി. സജേഷ് പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മൾ ആ ഒരു മരിച്ചിട്ട് വിനി എന്നാണ് ചേച്ചിയുടെ പേര്, വിനി ചേച്ചി ഇങ്ങനെ കിടക്കണതിൻ്റെ അപ്പുറത്ത് അവരുടെ ഹസ്ബൻഡും 3 ആൺമക്കളും എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുകയാണ് ഞാൻ വന്നപ്പോൾ. അപ്പം ഞാനിങ്ങനെ, നമ്മൾ സാധാരണ ഒന്നാമത് എനിക്ക് മരിച്ച വീട്ടിൽ പോകാൻ ടെൻഷനാട്ടാ. അങ്ങനെ എനിക്കൊരു പേടിയില്ല, ടെൻഷനാണ്. അവരെ ഭർത്താവും 3 ആൺമക്കളും ഏറ്റുന്നിട്ട് ഇങ്ങനെ തൊഴുതിട്ട് പറയണേ, എൻ്റെ ടീച്ചർ, എൻ്റെ വിനി സന്തോഷമായിട്ടാണ് പോയത്. അവള് ഇന്നലെ വരെയും ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോവാത്ത എൻ്റെ വിനീനെ ടീച്ചർ ലുലു മാളിയെ കൊണ്ടുപോയി. നമ്മളിടത്തിന്റെ ഭാഗമായിട്ട് എന്തോരം ടൂർ അവളെ കൊണ്ടുപോയി എന്നും പറയുന്നിട്ട് അവരെ നോക്കിയിട്ട് പറയടിയേ വിനിയെ, നിന്റെ ടീച്ചർ വന്നടി എന്ന് പറഞ്ഞു. ഞാനുണ്ടല്ലോ, അത് എനിക്ക് ലൈഫ് എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ മൂലം ഒരാൾക്കൊരു ചെറിയൊരു സന്തോഷം കൊടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ദൈവത്തിന്റെ ഗുഡ് ബുക്സിൽ നമ്മുടെ പേര് വരും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കണതും. ഇനിയുള്ള കാലം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോണേക്കാളും മുമ്പ് ഈ നമ്മുടെ ഒരു സിഗ്നേച്ചർ ബാക്കി വെച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം.
തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂ അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ടീച്ചറല്ല. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു അതെ ഫേസാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അത് ആത്മാർത്ഥമായ ഒരു വാക്കുകളായിട്ട് നമ്മൾ പലരെയും കാണുന്നതല്ലേ. അതെ നമുക്കത് അറിയാം. എന്തായാലും അത് അത് അതെ മലയാളി സമൂഹത്തിന്റെ മൊത്തം ഒരു അതെ ഇടമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. സന്തോഷം. താങ്ക് യു.